രമലാൻ നോമ്പ് തുറയുടെ പ്രധാന വിഭവങ്ങളിലൊന്നാണ് ജീരകക്കഞ്ഞി. 3 പതിറ്റാണ്ടായി രമലാൻ മാസത്തിൽ ജീരകക്കഞ്ഞി സൗജന്യമായി വിതരണം ചെയ്യുകയാണ് കയ്പമംഗലം ചളിങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റ്. ജാതിമതഭേദമന്യേ 500ഓളം പേരാണ് കഞ്ഞി വാങ്ങാൻ ചളിങ്ങാടെത്തുന്നത്. നോമ്പു തുറന്നാൽ ക്ഷീണമകറ്റാനും ഉന്മേഷത്തോടെ ഇരിക്കാനും അത്യുത്തമമാണ് ജീരകക്കഞ്ഞി. അരി, നാളികേരം, മഞ്ഞൾ, ഉലുവ, ചെറിയുള്ളി, മല്ലിപ്പൊടി, നല്ല ജീരകം, വെളുത്തുള്ളി എന്നിവ കൃത്യമായ അളവിൽ ചേർത്തുണ്ടാക്കുന്ന ജീരകക്കഞ്ഞി നോമ്പുകഞ്ഞി എന്ന പേരിലും ചിലയിടങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. 75 കിലോ അരിയുടെ കഞ്ഞിയാണ് ദിവസവും ഇവിടെ വിതരണം ചെയ്യുന്നത്. 25 വർഷത്തോളമായി ചളിങ്ങാട് സ്വദേശി ഷെഫീഖാണ് ഇവിടെ കഞ്ഞി തയ്യാറാക്കുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ കഞ്ഞി തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. പരമാവധി 5 മണിക്കൂറാണ് പാചകം ചെയ്യുന്നതിനുള്ള സമയം. കാലത്ത് ഞങ്ങൾ 6 മണിക്ക് വരും. 6 മണിക്ക് വന്നിട്ട് 12 മണിയാകുമ്പോഴത്തേനും നമ്മളെ പരിപാടി അവസാനിക്കും. ജീരകക്കഞ്ഞി ശരീരത്തിന് നല്ലതാണ്, അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല കാര്യങ്ങൾക്ക് ഇത് കുടിക്കാനൊക്കെ കുടിക്കുന്നവർക്ക് നല്ലൊരു ഇതാണ്, നല്ല അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടും. 20 കൊല്ലവും നല്ല അഭിപ്രായം കേട്ടുള്ളൂ. ഇന്നേ വരെ ഒന്നും പറ്റില്ല ഇന്ന് വരെ. ഈ നോമ്പെടുക്കുന്നവർക്ക് കുറച്ചും കൂടി ഒരു ഉന്മേഷവും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോമ്പെടുക്കുന്നവർക്ക് ക്ഷീണറിയില്ല. ക്ഷീണം വെച്ചാൽ കുറച്ച് ടൈറ്റ് വരും, പിന്നെ അതാകുമ്പോൾ ശരിയായി പോയിക്കോളൂ. 3-4 ദിവസമൊക്കെ നോമ്പെടുത്തിട്ട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, അത് ശരിയായി പോയിക്കോളും. ഇതിപ്പോൾ ഒരു മഞ്ഞൾ പൊടി വരും, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ആശാളി, ഉലുവ, നല്ല ജീരകം, ഉള്ളി, പിന്നെ നാളികേരം. ഇത് ഒരു 2-3-4 മണിക്ക് കുടിക്കും. ചളിങ്ങാട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട്. കോവിഡ് കാലത്തൊഴികെ ബാക്കി എല്ലാ നോമ്പുകാലത്തും ജീരകക്കഞ്ഞി മുടക്കമില്ലാതെ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചളിങ്ങാട് നുസ്രത്തുൽ അനാം എന്ന ഈ സംഘടന 29 വർഷം ആയി ഈ കഞ്ഞി പരിപാടി തുടങ്ങിയിട്ട്. അതുകൂടാതെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതായത് വിവാഹം, ചികിത്സ, പിന്നെ അതേപോലെ പല കാര്യങ്ങളും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. പിന്നെ പ്രധാനപ്പെട്ടത് എല്ലാ വർഷവും ഞങ്ങൾ സ്കൂളിലെ ഇവിടുത്തെ 3 പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ, നോട്ട് പുസ്തകങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മൾ കോവിഡിൻ്റെ സമയത്ത് മാത്രമാണ് നമുക്ക് അത് കൊടുക്കാൻ പറ്റാതിരുന്നുള്ളൂ. മറ്റുള്ള ഇതുവരെക്കും നമുക്ക് വേറെ രീതിയിലൊന്നും മുടങ്ങിയിട്ടില്ല. നമ്മുടെ ഈ ഒരു 5-6 കിലോമീറ്റർ ഏരിയയിലുള്ള ജാതി മതഭേദമന്യേ രാഷ്ട്രഭേദമന്യേ എല്ലാവരും ആര് വന്നാലും നമ്മൾ ഈ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അതിൽ അവരുടെ ആവശ്യപ്രകാരം എത്രയാണോ അവർ കൊണ്ടുവരുന്ന പാത്രത്തിൽ എത്രയാണോ അതിന് പ്രകാരമാണ് നമ്മൾ കഞ്ഞി കൊടുക്കുന്നത്. ചളിങ്ങാട് പ്രദേശത്ത് മാത്രമല്ല, കയ്പമംഗലത്ത് ഒരുമാതിരി സ്ഥലങ്ങളിലേക്കും ഈ കഞ്ഞി പോകുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റ് വരാത്തൊരു കഞ്ഞി ഉണ്ടെങ്കിൽ ഇവിടുത്തെ മാത്രമേ ഉള്ളൂ. വരും വർഷങ്ങളിലും ജീരകക്കഞ്ഞി വിതരണം തുടരുമെന്നും സംഘാടകർ പറഞ്ഞു.